ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാബേജും ക്യാരറ്റും മുട്ടയുമായിട്ടുള്ളത്. ക്യാബേജ് നല്ല നീളത്തിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ട് പീലർ വെച്ച് ചീകിയിട്ടാണ് എടുക്കുന്നത്. അരിഞ്ഞല്ല എടുക്കുന്നത്, പീലർ വെച്ചിട്ട് ചീകിയിട്ടാണ് എടുക്കുന്നത്. അതും ഇവിടെ ചീകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പ്രിംഗ് ഒണിയനാണ് എടുക്കുന്നത്. സ്പ്രിംഗ് ഒണിയൻ ഇല്ല എങ്കിലും നമ്മുടെ സാധാരണ ഉള്ളി ഇട്ടാൽ മാത്രം മതി. അതും ഇതേ രൂപത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 മുട്ടയുമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം നമുക്ക് ഈ ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുക്കാം. ക്യാബേജിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, ഒന്ന് ക്രഞ്ചി ആയിട്ടിരിക്കണം. അതിനുശേഷം നമുക്ക് ഈ ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി മുട്ട റെഡിയാക്കി കൊടുക്കാം. 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ലതുപോലെ ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ അടിച്ച് യോജിപ്പിച്ചെടുക്കണം. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ക്യാബേജ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ 3 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെയും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് 1-2 ഡ്രോപ്പ് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ ഇതിനകത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നല്ല ഫ്ലെയിമിലും, മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ മാത്രമേ ഇതിനെ വേവിച്ചെടുക്കാവൂ. 2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. 2 മിനിറ്റ് അടച്ചപ്പോൾ നമ്മളുടെ അടിയിലത്തെ ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. ഒരു പ്ലേറ്റ് വെച്ച് കമഴ്ത്തി കൊടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് 1 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ നല്ലതുപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല വട്ടയപ്പം പോലെ നമ്മൾക്കിവിടെ കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ സബ്സ്ക്രൈബും. ഇനി വേറൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്.